ഇന്നൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം നമുക്ക്. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരല്പം. കടുക് പൊട്ടി വന്നു. നമുക്കിതിലേക്ക് ഇച്ചിരി ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കഴിഞ്ഞു വന്നു. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരക്കാം. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റത്തേക്ക് സ്ലോയിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ ബാക്കി തവണ ഇളക്കി നോക്കാം. ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. 2 മിനിറ്റ് ഒന്ന് ഇങ്ങനൊന്ന് അടപ്പ് വെക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി.